നമസ്കാരം. IUB വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഞാൻ മേഘ. ഇന്ന് ഞാൻ പറയാൻ വരുന്ന ടോപ്പിക് എന്താ ഷൂട്ടിയെ? അമ്മയ്ക്ക് വേണ്ടിട്ടുള്ള ഒരു കാർഡ് ഉണ്ടാക്കി. എന്തിട്ടാ നോക്കട്ടെ. അച്ചടാ, ഭയങ്കര ക്യൂട്ടായിണ്ടല്ലോ. എന്തത്? നന്നായിട്ടുണ്ടല്ലോ. ഇതിലെന്താ എഴുതിയിരിക്കണേന്ന് നോക്കാം. ഹലോ, ഇതാണ് കേട്ടോ ഷൂട്ടിന്ന് എനിക്ക് ഉണ്ടാക്കി തന്നതാണ്. ഇതായിരുന്നോ പരിപാടി അവിടെ ഇരുന്ന്? എന്നിട്ട് ഇതിൽ എഴുതിയിരിക്കണം, ഒന്ന് വായിച്ചു കൊടുക്കായിരിക്കും. I love you, അമ്മ. I like you so much. You are the best. You are very cute. I love you, അമ്മ. അയ്യോ, ക്യൂട്ടീന്നാണോ അത് വായിക്കുക? ക്യൂട്ടീന്ന് വായിച്ചാ? അപ്പൊ താങ്ക് യു ട്ടാ. ആക്ച്വലി ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കണ്ടോ? ഇവിടെ ഇരുന്നോ, കയറിയിരിക്കും. ആക്ച്വലി ഞാൻ ഇന്ന് സംസാരിക്കാൻ വന്നത് ഇതിനെ കുറിച്ചൊന്നും അല്ല കേട്ടോ. വേറൊരു കാര്യം സംസാരിക്കാനാണ് ഞാൻ വന്നത്. ആക്ച്വലി ഇന്ന് ഗവൺമെന്റ് ഒരു അഭയ് ആപ്പ് റിലീസ് ചെയ്യാൻ പോകുന്നുണ്ട്. അതിനെ കുറിച്ചൊന്ന് പറഞ്ഞേക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്ന് ആക്ച്വലി ഈ സ്ക്രീനിന്റെ പിന്നിൽ ഇരുന്നത്. പക്ഷെ ഇത് കണ്ടപ്പോ ഇതിനെ കുറിച്ച് ഒന്ന് പറയാമെന്ന് വിചാരിച്ചു. ഇഷുകുട്ടിക്ക് എന്താ പറയാ, അവരവരുടെ മനസ്സിലുള്ള കാര്യങ്ങളാണല്ലോ എഴുതാറ്. ഇടയ്ക്ക് ഇതുപോലെ ഗിഫ്റ്റ് ഇങ്ങനെ കാർഡും പിക്ചർ ഒക്കെ കവിതകളായിട്ടൊക്കെ വരാറുണ്ട്. ആള് കൊണ്ടുവരും ഇതുപോലെ. ഓരോ എനിക്ക് മാത്രല്ല കേട്ടോ ഗിഫ്റ്റ് ചെയ്യാം. ഇതുപോലെ വീട്ടില് ഹസ്ബൻഡിന്, ഗ്രാൻഡ് പാരന്റ്സിന്, ഈവൻ ടീച്ചേഴ്സിന് പോലും അവളുടെ ഫ്രണ്ട്സിനൊക്കെ ഇതുപോലെ കാർഡ് ഉണ്ടാക്കി ഇങ്ങനെ പടമൊക്കെ വരച്ച് അവള് ഗിഫ്റ്റ് ചെയ്യാറുണ്ട്. നല്ലൊരു കാര്യമാണ് കേട്ടോ. എനിക്ക് അങ്ങനെയാണ് തോന്നിയിരിക്കുന്നത്. അവരുടെ ഉള്ളിലുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നതല്ലേ ഈ വാക്കുകളിലൂടെ. അപ്പൊ വീണ്ടും ഞാൻ ഇന്ന് കുട്ടികളുമായി ബന്ധപ്പെട്ട ഒരു ടോപ്പിക്കിലേക്ക് തന്നെ വരാം. ആക്ച്വലി ഞാൻ ഇന്ന് അതല്ല സംസാരിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാന് ഒരു വീഡിയോയില് കണ്ടതാണ് കേട്ടോ. അതായത് കുട്ടികളുടെ ഒരു രാവിലെ എഴുന്നേൽക്കുന്നത് മുതല് നമ്മൾ അവരുടെ ആ ദിവസം എപ്പോഴും ഒരു പോസിറ്റീവായിട്ട് എന്താ പറയാ, അതായത് നമ്മൾ അവരെ എഴുന്നേൽപ്പിക്കുന്നത് ഭയങ്കര പോസിറ്റീവായിട്ടുള്ള വേർഡ്സും ടോൺസും ഒക്കെ വെച്ചിട്ട് വേണം എന്നൊരു വീഡിയോയില് ഞാൻ കണ്ടായിരുന്നു. അത് ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ കുട്ടികളെ രാവിലെ എഴുന്നേൽപ്പിക്കുക എന്ത് പറഞ്ഞിട്ടാന്നറിയോ, ഗുഡ് ബോയ്, ഗുഡ് ഗേൾ, സ്മാർട്ട് ബോയ്, സ്മാർട്ട് ഗേൾ, അമ്മയുടെ ചക്കര കുട്ടികൾ, മിടുക്കൻ കുട്ടികള്, ഇന്ന് സ്കൂളിൽ പോയി മിടുക്കരാവണം, പഠിച്ച് മിടുക്കി കുട്ടികളാവണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാന് അവരെ രാവിലെ തന്നെ എന്താ പറയാ എഴുന്നേൽപ്പിക്കാം. അതിന് അഥവാ വന്നിട്ട് എഴുന്നേറ്റൊന്നും ഇല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ടായിരിക്കും ഞാൻ അവരെ എഴുന്നേൽപ്പിക്കുക. അപ്പൊ ഒരു ഫോർ എക്സാമ്പിൾ എനിക്ക് ഓർമ്മ വരുന്ന ഒരു എക്സാമ്പിൾ പറയും. ഇപ്പൊ ഒരു സ്കൂളിൽ ഒരു ഫോട്ടോ എടുക്കുന്ന ദിവസമാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വെക്കുന്ന അവരെ ഇഷ്ടമുള്ള ഒരു കാര്യം സ്കൂളിൽ നടക്കുന്നുണ്ടെങ്കിൽ ഞാൻ അപ്പോ അവരെ അത് പറഞ്ഞിട്ടായിരിക്കും എഴുന്നേൽപ്പിക്കുക. ഇനിയിപ്പോ അവർക്ക് ഇഷ്ടമുള്ള ഒരു ഫുഡാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കിയിരിക്കണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞിട്ടായിരിക്കും ഞാൻ അവരെ എഴുന്നേൽപ്പിക്കുക. അപ്പൊ അവരെ എക്സൈറ്റ് ചെയ്യിപ്പിക്കണ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അവര് സ്വാഭാവികമായിട്ടും ഒന്ന് ഞെട്ടി എഴുന്നേൽക്കേണ്ടതാണ്. അപ്പോ അങ്ങനെ അത് തൊട്ട് ഞാൻ അവരെ ശ്രദ്ധിക്കാറുണ്ട്. കാരണം അവരെപ്പോഴൊക്കെ എൻ്റെ അടുത്തുണ്ടോ, അവര് സ്കൂളിൽ പോകുന്ന സമയം ഒക്കെ ഉണ്ട്, മാറി നിൽക്കുന്ന സമയമൊക്കെ ഉണ്ട്, അല്ലാത്ത സമയം നമ്മളുടെ അടുത്ത് എപ്പോഴൊക്കെ ഉണ്ടോ അപ്പോ നമ്മള് അവരെ ചേർത്ത് നിർത്തുന്ന, അവർക്ക് നമ്മളുടെ സ്നേഹം പ്രകടിപ്പിക്കാവുന്ന രീതിയിലൊക്കെ ഞാൻ അവരോട് പെരുമാറാറുണ്ട്. ഇപ്പോ പറയുവാണെങ്കിൽ എൻ്റെ അടുത്ത് ഇരിക്കുമ്പോ ഞാനൊന്ന് അവരെ ഹഗ് ചെയ്യും, മടിയിൽ ഇരുത്തും, ഫുഡ് വാരി കൊടുക്കണമെങ്കിൽ അത് കൊടുക്കും, ഇടയ്ക്കൊക്കെ ഒന്ന് എടുക്കും, അവരോടൊപ്പം കളിക്കും.
അപ്പൊ നമ്മളുടെ ഒരു വാംത്ത് അവർക്ക് ഫീൽ ചെയ്യാൻ ആയിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ എന്റെ മാനിഫെസ്റ്റേഷനൊക്കെ അവരെ സംബന്ധിച്ചാണ്. എപ്പോഴും അവരെ കുറിച്ചാണ് ഞാൻ ഡ്രീം ചെയ്യുന്നത്. അവരിങ്ങനെ ചെയ്യണം, അവരിങ്ങനത്തെ ഒരു ക്യാരക്ടർ ഉണ്ടാവണം, അവര് നന്നായി പഠിക്കണം, അങ്ങനെ അങ്ങനെയാണ് എൻ്റെ ഡ്രീംസും ഒക്കെ ഇവരെ സംബന്ധിച്ചാണ് കൂടുതൽ. നമ്മളെ കുറിച്ച് കാണുന്നില്ല എന്നല്ല, എപ്പോഴും അവരെ സംബന്ധിച്ചുകൊണ്ടാണ്, അവരെ കുറിച്ചുള്ള ചിന്തകളിലൂടെയാണ് പോകുന്നത്. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, കുട്ടികൾ ചെയ്യുന്ന ഇപ്പോ ഒരു ചെറിയ കാര്യത്തെ പോലും നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അവരുടെ ടൈമും എഫേർട്ടും എടുത്ത് ചെയ്യുന്ന ഒരു കാര്യത്തെ അവരത് വലിയൊരു സംഭവമായിട്ട് കാണുമ്പോൾ നമ്മൾ അതിനത് നിസ്സാരമായിട്ട് കാണരുത്. അവര് എത്ര വാല്യൂ അതിന് കൊടുക്കുന്നുണ്ടോ അത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ അവരോട് തിരിച്ച് പ്രതികരിക്കാനായിട്ട്. അവര് ചെയ്യുന്ന എന്തൊരു ചെറിയ കാര്യമായിക്കോട്ടെ അതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക, അപ്രീഷിയേറ്റ് ചെയ്യുക. അത് അവരോട് ഇനിയും ചെയ്യാനായിട്ട് പറയാ, ഭംഗിയാക്കാൻ പറയാ, ഇനിയും കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ ചെയ്യാനായിട്ട് നിർദ്ദേശിക്കുക. അതൊക്കെ അവരുടെ കൂടെ നമ്മൾ സഞ്ചരിക്കുക. അപ്പോൾ അവര് ഓട്ടോമാറ്റിക്കലി അവര് ഇംപ്രൂവ് ചെയ്യാനായിട്ടുള്ള ശ്രമം അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകും. അതുപോലെ തന്നെയാണ് കിടക്കുമ്പോൾ, ഞാൻ ഈ പറഞ്ഞ രാവിലെ എഴുന്നേൽക്കുമ്പോൾ മാത്രമല്ല, ഉറങ്ങുന്ന സമയത്തും അവർ ഉറങ്ങുന്ന വരെയും ഞാൻ ഇങ്ങനെ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങൾ മിടുക്കരാണ്, ഇന്ന് നന്നായി പഠിച്ചു, നല്ല കുട്ടികളായിരുന്നു ഇന്ന്. അപ്പൊ അതുപോലെ തന്നെ എല്ലാ ദിവസവും നല്ല കുട്ടികളാവണം, ടീച്ചർമാർക്ക് ഇഷ്ടമുള്ള കുട്ടികളാവണം, ഫ്രണ്ട്സിന് ഇഷ്ടമുള്ളവരാവണം, അങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോ അവർക്ക് അതൊരു സന്തോഷാണ്. അവര് എന്താ പറയാ, അവര് സെൽഫ് മോട്ടിവേറ്റഡ് ആവും, കോൺഫിഡന്റ് ആവും, എല്ലാം ആവും. അപ്പൊ നമ്മൾ അതില് ഒരു പ്രത്യേക ശ്രദ്ധ കൊടുക്കണം. എനിക്ക് ഇതിനെ കുറിച്ച് ഇതൊക്കെ ഞാൻ എൻ്റെ ലൈഫിൽ പ്രാക്ടീസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. പിന്നെ കുറെ കാര്യങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കിയിട്ട് ഞാൻ ചെയ്യുന്നതാണ്. പിന്നെ മറ്റുള്ളവരുടെ ലൈഫിൽ എന്തൊക്കെ അഡാപ്റ്റ് ചെയ്യാം അതൊക്കെ അഡാപ്റ്റ് ചെയ്യും. എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്ന് കാണുന്നോ അതൊന്നും ഞാൻ ചെയ്യില്ല. അങ്ങനെയാണ് ഞാൻ എൻ്റെ ലൈഫിൽ ഇതെല്ലാം ഉൾക്കൊള്ളുന്നതും ഞാനത് പ്രാവർത്തികമാക്കുന്നതും. അപ്പോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇതുപോലെ കുട്ടികളെ ചേർത്ത് നിർത്താൻ ഒരു കാരണവശാലും മടിക്കരുത്. നമുക്ക് കുറെ സമയം, ഇപ്പൊ വർക്കിംഗ് പാരന്റ്സ് ആണ്, ഒട്ടുമിക്ക ആളുകളും വർക്ക് ചെയ്യുന്നവരാണ്. വീട്ടിലെ ഞാനും ഇതുപോലെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പം അതിന്റെ ഒരു ട്രെയിനർ പറഞ്ഞൊരു ഒരു കാര്യമുണ്ട്. അതായത് വീട് ഇത്തിരി വൃത്തികേടായിട്ട് കിടന്നോട്ടെ, ചിലപ്പോ നിങ്ങൾക്ക് ഡെയിലി എല്ലാ കാര്യങ്ങളും അത് പ്രോപ്പറായിട്ട് ചെയ്യാൻ കഴിയുണ്ടാവില്ല. പക്ഷെ അതിന് പ്രയോറിറ്റി കൊടുക്കുന്നതിനേക്കാൾ ഉപരി കുട്ടികളുടെ പഠനത്തിലും കുട്ടികളോടൊപ്പം സമയം ചെലവഴിക്കാനും ഉള്ള ഒരു പ്രയോറിറ്റി കൊടുക്കണം. അതിനോട് ഈ ടീച്ചർമാർക്ക് ട്രെയിനിങ് കൊടുക്കുന്ന ഒരാള് എന്നോട് പറഞ്ഞതാണ്. ഞാൻ അത് തന്നെയാണ് ഞാനും പറയാൻ ഉദ്ദേശിക്കുന്നത്. ചിലപ്പോ വീട് ഇത്തിരി വൃത്തികേടായിരിക്കാം. ഈ കൊച്ചു കുട്ടികളുടെ കൂടെയൊക്കെ നമ്മൾ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാനായിട്ട് പ്രോപ്പറായിട്ട് ചെയ്യാനൊക്കെ പറ്റില്ല. എന്നാലും പ്രശ്നമില്ല, നമ്മൾ കുട്ടികൾക്ക് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുക, ബാക്കി വീട്ടിലെ കാര്യങ്ങൾക്ക് കൊടുത്താൽ മതി. അപ്പോ ഇതാണ് ഇന്നത്തെ വീഡിയോയില് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം. നമ്മളുടെ കുട്ടികള് സമൂഹത്തിൽ നന്മയുള്ളവരായിട്ട്, സമൂഹത്തിന് നന്മ ചെയ്യുന്നവരായിട്ട് വളരട്ടെ. നല്ല സ്വഭാവത്തോടെയും നല്ല എന്താ പറയാ, നല്ല മിടുക്കരായിട്ട് വളരാനായിട്ടുള്ള ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. നമ്മളുടെ ഒരു ലാംഗ്വേജ് ഓഫ് ലവ്, സിമ്പിൾ ഓഫ് വാംത്ത് ഒക്കെ നമ്മളത് അവരായിട്ട് ഷെയർ ചെയ്യണം, എക്സ്പ്രസ് ചെയ്യണം. അത് നമ്മൾ അവരെ മനസ്സിലാക്കുന്നുണ്ട്, അവരെ സ്നേഹിക്കുന്നുണ്ട് എന്ന് അവർക്ക് മനസ്സിലാവുന്ന രീതിയിലും കൂടി ആയിരിക്കണം വേണ്ടത്.
അവർക്കത് ഫീൽ ചെയ്യുന്ന വേണം. ഇല്ലെങ്കിൽ നമ്മൾക്ക് സ്നേഹമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാലൊന്നും കുട്ടികൾക്ക് അത് മനസ്സിലാവില്ല. അത് റിയാലിറ്റിയാണ്. അപ്പോൾ അത് എപ്പോഴും നമ്മൾ ചേർത്ത് പിടിക്കുക അവരെ. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് ഇതാണ് പറയാനുള്ളത്. ഞാൻ ഇതൊക്കെ എവിടെ ഞാൻ വായിച്ചറിഞ്ഞിട്ടുള്ളത്, വീഡിയോസിലൂടെ കണ്ട് മനസ്സിലാക്കിയിട്ടുള്ളത്, കേട്ടറിഞ്ഞിട്ടുള്ളത്, അതൊക്കെയാണ് ഞാൻ എൻ്റെ കുട്ടികളിൽ പ്രാവർത്തികമാക്കാനായിട്ട് പറയുന്നത്. 100% പെർഫെക്റ്റ് ആണെന്നൊന്നും ഞാൻ പറയില്ല. ഉണ്ടാവും, പോരായ്മകൾ ഉണ്ടാവും. എന്നാലും ഞാൻ മാക്സിമം അതൊക്കെ നികത്തി, എന്നാൽ തെറ്റ് ചെയ്താൽ അത് കറക്റ്റ് ചെയ്യാനും ഞാൻ വഴക്ക് പറയാനും ഒന്നും ഞാൻ മടി കാണിക്കാറില്ല കേട്ടോ. അതിനും അതിൻ്റെതായ ഒരു രീതി ഞാൻ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ എനിക്ക് എന്നെ അറിയാവുന്ന ആളുകൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് നല്ല സജഷൻസ് എനിക്ക് തരുന്നുണ്ട്. അതിൽ ഒത്തിരി നന്ദിയുണ്ട്. പോസിറ്റീവായിട്ടേ ഞാൻ കാണുന്നുള്ളൂ. അല്ലാതും ഇനിയും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ ഇടണം, അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലി ആയിട്ട് അയക്കണം. കമന്റ് ബോക്സിൽ ഇട്ടോളൂ. എനിക്ക് എല്ലാം ഞാൻ പോസിറ്റീവായിട്ട് എനിക്ക് കാണുള്ളൂ. എൻ്റെ വീഡിയോസ് ഇനിയും കാണണം. അപ്പോ അത്രയേ ഉള്ളൂ. ഇനിയും പുതിയ നല്ല വീഡിയോസ് ആയിട്ട് ഞാൻ വരും. കുറച്ചും കൂടി കണ്ടന്റുകൾ കൊണ്ടുവരാനായിട്ട് ഞാൻ ശ്രമിക്കാം. ഇത് മാത്രല്ല, നിങ്ങളായിട്ട് എനിക്ക് സംസാരിക്കാൻ ഒരുപാട് ഇഷ്ടമുള്ള ഒരാളായത് കൊണ്ടാണ് ഇങ്ങനെ ഇരുന്ന് ചെയ്യുന്നത്. ചിലവർക്ക് അതൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റും ലൈഫുമായിട്ട്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ട്ടോ. താങ്ക് യു.